ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം എന്താ തുടങ്ങല്ലേ. ഹൈദരാബാദി ബിരിയാണി 2 ടൈപ്പ് ഉണ്ട്, കച്ചി ബിരിയാണിയും പക്കി ബിരിയാണിയും. ഞാനിവിടെ തയ്യാറാക്കുന്നത് പക്കി ബിരിയാണിയാണ്. പക്കി ബിരിയാണിയിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തിട്ടാണ് ദം ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സോസ് പോട്ട് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഫ്രൈ ചെയ്ത് കോരി ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതിനായി 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത സവോളയുടെ 1/4 ഭാഗം, സവോള ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൻ്റെ ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ റൈസ് തയ്യാറാക്കാം. ഒരു വലിയ സോസ് പോട്ടിലേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർത്ത് മൂടി വെച്ച് തിളപ്പിക്കാം. ഇതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 30 മിനിറ്റ് സോക്ക് ചെയ്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന 800 ഗ്രാം ബസ്മതി റൈസ് ആണ് ചേർക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 കുക്ക് ആകുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇതിനുശേഷം ഡ്രെയിൻ ചെയ്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യണത്. മൂടി വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കണേ.
ചിക്കൻ ഏകദേശം ഒരു 70% വെന്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ നിരത്തി വെച്ച് അതിലേക്ക് റൈസ് ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബാക്കി ഫ്രൈ ചെയ്ത സവോളയും പുതിനയില, മല്ലിയില, പിന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം. കുങ്കുമപ്പൂവിന് പകരം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ആവി പുറത്തു പോകാതെ കവർ ചെയ്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഫൈനലി ദം തുറന്നാൽ നമ്മുടെ ആവി പറക്കുന്ന അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി. Thanks for watching. Like ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.